അരളിയെയും അരളിപ്പൂവിനെയും ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും ചർച്ചകളും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. നിരുപദ്രവകാരിയെന്ന് കരുതിയിരുന്ന ഈ ചെടിക്ക് ഒരു മനുഷ്യജീവൻ അപഹരിക്കാൻ തക്ക ശേഷിയുണ്ടെന്ന് പലരും അറിയുന്നത് ഇപ്പോഴാണ്. അരളിയെ കൂടാതെ കേരളത്തിൽ കണ്ടുവരുന്ന മറ്റു ചില സസ്യങ്ങളെയും നമ്മൾ കരുതലോടുകൂടി സമീപിക്കേണ്ടിയിരിക്കുന്നു. അരളിയുടെ കുടുംബമായ അപ്പോസൈനേസി ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു ചെടിയാണ് മഞ്ഞ അരളി അഥവാ യെല്ലോ ഒലിയാണ്ടർ. തെവറ്റിയ പെറൂവിയാന എന്നാണ് ഈ സസ്യത്തിന്റെ ശാസ്ത്രനാമം. നീണ്ട ഇലകളും ആകർഷകമായ മഞ്ഞപ്പൂക്കളും നെല്ലിക്കയുടെ വലുപ്പമുള്ള വ്യത്യസ്തമായ ആകൃതിയിലുള്ള കായ്കളുമുള്ള ഒരു ചെടിയാണ് ഇത്. ഈ ചെടിയുടെ ഭാഗങ്ങളിൽ വെളുത്ത കറ അടങ്ങിയിട്ടുണ്ട്. തെവറ്റിയ എന്ന ജനുസിൽ ഉൾപ്പെടുന്ന മറ്റനേകം സസ്യങ്ങളും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. അലങ്കാരത്തിനായി വളർത്താറുള്ള ഈ ചെടിയിലും അരളിയിൽ ഉള്ളതുപോലെ കാർഡിയാക് ഗ്ലൈക്കോസൈഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഹൃദയത്തിലെ സോഡിയം പൊട്ടാസ്യം പമ്പുകളെ ബാധിക്കുന്ന ഒരു രാസവസ്തുവാണ് ഇത്. ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ കെമിക്കലുണ്ട്. ഡറ്റ്യൂറ സ്ട്രാമോണിയം അഥവാ ഉമ്മം. മിക്ക ആളുകൾക്കും പരിചയമുള്ള ഒരു ചെടിയാണ് ഉമ്മം. ഉരുളക്കിഴങ്ങും വഴുതനയും മുളകുമെല്ലാം ഉൾപ്പെടുന്ന സൊളാനേസി എന്ന സസ്യകുടുംബത്തിലെ അസുരവിത്താണ് ഉമ്മം എന്ന് വേണമെങ്കിൽ പറയാം. വെളുപ്പ് നിറത്തിലുള്ള കോളാമ്പി പൂക്കളുണ്ടാകുന്ന ഉമ്മത്തിന്റെ കായയിൽ നിറയെ മുള്ളുകൾ കാണാനാകും. വെളുപ്പ് മാത്രമല്ല, പർപ്പിൾ, പിങ്ക്, മഞ്ഞ എന്നീ നിറങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഡാറ്റ്യൂറ ഇനത്തിൽപ്പെട്ട ചെടികളുണ്ട്. ജിംസൺ വീഡ് എന്ന പേരിലും ഈ ചെടി അറിയപ്പെടുന്നു. പ്രധാനമായും ട്രൊപ്പൈൻ വിഭാഗത്തിൽപ്പെടുന്ന ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് ഉമ്മം. നാഡികളെ ബാധിക്കുന്ന ഒരു കെമിക്കലാണ് ഇത്. എട്രോപ്പൈൻ, ഹയോസയാമിൻ, സ്കോപ്പോളമീൻ എന്നീ ആൽക്കലോയിഡുകളാണ് ഉമ്മത്തിൽ ഉള്ളത്. ഉമ്മം കഴിച്ചാൽ പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. വിഭ്രാന്തി അഥവാ ഹാലൂസിനേഷൻസ്, അസ്വസ്ഥത, ശരീരത്തിന്റെ ചൂട് കൂടുന്ന അവസ്ഥയായ ഹൈപ്പർതെർമിയ, മസിൽസ് അഥവാ പേശികളെ ബാധിക്കുന്ന റാബ്ഡോമൈലോസിസ് എന്ന അവസ്ഥ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. അധികമായി കഴിച്ചാൽ മരണം വരെ സംഭവിക്കാം. ഡൈഫൻബാക്യ നമ്മുടെ വീടുകൾക്കുള്ളിലും ഓഫീസുകളിലും ഒരു ഇന്റീരിയർ പ്ലാന്റായി വളർത്തുന്ന ഉദ്യാന സസ്യമാണിത്. വെളുത്ത പുള്ളിപ്പൊട്ടുകളുള്ള ഇലകളാണ് ഈ ചെടിയുടെ ആകർഷണം. കോളോക്യാസിയ അഥവാ ചേമ്പ് ഉൾപ്പെടുന്ന അരേസി എന്ന സസ്യകുടുംബാംഗമാണ് ഡൈഫൻബാക്യ. ഡംപ് കെയിൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഈ ചെടിയുടെ ഇലകളിലും മറ്റു ഭാഗങ്ങളിലും എല്ലാം റാഫൈഡ് എന്ന് വിളിക്കുന്ന ഓക്സലേറ്റ് ക്രിസ്റ്റലുകൾ ഉണ്ട്. ഇതിന്റെ ഇലയോ മറ്റു ഭാഗങ്ങളോ അറിയാതെ കഴിച്ചുപോയാൽ വായും ആന്തരിക ഭാഗങ്ങളും ചൊറിയുകയും മുറിയുകയും ചെയ്യും. പിന്നീട് ആ ഭാഗം നീരുവെച്ച് വീങ്ങും. വീടിനുള്ളിൽ വളർത്തുന്ന ചെടി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ ചെടിയുടെ ഭാഗങ്ങൾ ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. വളർത്തുമൃഗങ്ങൾക്കും ഈ ചെടി ഒരു ഭീഷണിയാണ്. ആന്തൂറിയം, അഗ്ലോണീമ എന്നീ അലങ്കാര ചെടികളിലും ചേനയിലും ചേമ്പിലും വരെ റാഫൈഡ് ക്രിസ്റ്റലുകൾ അടങ്ങിയിട്ടുണ്ട്. കലേഡിയം ബൈക്കളർ അരേസി ഫാമിലിയിൽ തന്നെ ഉൾപ്പെടുന്ന മറ്റൊരു സസ്യമാണിത്. കണ്ടാൽ ചേമ്പ് പോലെ തന്നെ തോന്നിക്കുന്ന ഈ ചെടിയും പ്രശ്നക്കാരനാണ്. ഇലയിൽ ചുവപ്പും വെളുപ്പും പാടുകളും പുള്ളികളുമുള്ള ഒരു മനോഹര സസ്യം തന്നെയാണിത്. ദഹന വ്യവസ്ഥയാണ് ഈ ചെടി പ്രധാനമായും ബാധിക്കുന്നത്. എബ്രൂസ് പ്രിക്കറ്റോറിയസ് അഥവാ കുന്നിക്കുരു ഫാബേസി എന്ന ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു ചെടിയാണിത്. എബ്രിൻ എന്ന വിഷം അടങ്ങിയിട്ടുള്ള ഈ ചെടി മരണത്തിനു വരെ കാരണമാകും. ചുവപ്പിൽ കറുപ്പ് പൊട്ടുകളുള്ള മനോഹരമായ കുന്നിക്കുരുവിൽ പോലും ഈ വിഷമുണ്ട്. ഛർദി, വയറിളക്കം, കഠിനമായ വയറുവേദന, ബ്ലീഡിംഗ് എന്നീ ലക്ഷണങ്ങളാണ് ഈ ചെടിയുടെ ഭാഗങ്ങൾ കഴിച്ചാൽ ഉണ്ടാവുക. റൈസിൻ എന്ന വിഷം അടങ്ങിയിട്ടുള്ള യൂഫോർബിയേസി കുടുംബാംഗമായ ചെടിയാണ് ആവണക്ക് അഥവാ കാസ്റ്റർ. വിത്തിലാണിത് കൂടുതലുള്ളത്. ലെപ്പോർട്ടിയ ഇന്ററപ്റ്റ അഥവാ ചൊറിയണം. ഈ വിഭാഗത്തിൽപ്പെടുന്ന വിവിധ ഇനം സസ്യങ്ങളുണ്ട്. ആനച്ചൊറിയണം, വള്ളിച്ചൊറിയണം, അങ്ങനെ. കൊടുത്തൂവ എന്നും അറിയപ്പെടുന്ന ഈ ചെടിയെ അറിയാതെ ഒന്ന് തൊട്ടുപോയാൽ പിന്നെ ചൊറിഞ്ഞ് നാട് വിടേണ്ടി വരും. ഹോളിഗാർണ ആർണോട്ടിയാന അഥവാ ചേര് എന്നൊരു മരം ഉണ്ട്. ഈ മരത്തിന്റെ കറ ഇതുപോലെ തന്നെ ചൊറിച്ചിൽ ഉണ്ടാക്കും. ചൊറിയണം തൊടുന്നതിനേക്കാൾ ഭീകരമാണത്. ഇത്തരത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന പയറുവർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് മിക്യൂണ പ്രൂറിയൻസ് അഥവാ നായ്ക്കുരണ. വെൽവെറ്റ് ബീൻ എന്നും ഇത് അറിയപ്പെടുന്നു. സൂയിസൈഡ് ട്രീ അഥവാ സെർബറ ഒഡോള്ളം അല്ലെങ്കിൽ ഒതളം മാരകമായ ഒരു മരമാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിസണസ് ട്രീ ആണ് ഒതളം. നമുക്ക് മുന്നിൽ കാണുന്ന എല്ലാ സസ്യങ്ങളും നിരുപദ്രവകാരികളല്ല. കരുതലോടുകൂടി മാത്രമേ ഇത്തരം സസ്യങ്ങളെ സമീപിക്കാവൂ.